മരിച്ച് ജീവിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരില്ല. ഞാൻ അങ്ങനെ ഇന്നേ വരെ ഒരാളെ കണ്ടിട്ടില്ല. മരിച്ച് ഉയർത്തെഴുന്നേൽക്ക് മൂന്നാം നാൾ ക്രിസ്തു എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ക്രിസ്തുവാണ്. ഞാൻ റിയാദിൽ നിന്ന് ഹജ്ജിന് പോയാണ്. അവിടെ ജോലി ചെയ്യാം. ജോലി ഞാൻ ഹജ്ജിന് പോയി. അവിടെ അത് 98 അവിടെ എങ്ങനെയാണ് തെക്കൻ തിരക്കിൽ പെട്ട് അന്നുണ്ടായ അവിടെ ഈ സിമെന്റിന്റെ കോൺക്രീറ്റിന്റെ ബ്ലോക്ക് ചെയ്താണ്. ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് ഒന്നിച്ച് ബ്ലോക്കായി. ഈ കല്ലറിയുന്നു. അതിൽ 3500 ആൾ നടന്നു. 3500 ആൾക്കാർ. അതില് ഞാൻ എന്നെ ഒരു നേരെ മോർച്ചറിലേക്ക് മാറ്റണേ അവിടെ തന്നെ. ഇതിലെങ്ങനെ മരിച്ച ആൾക്കാർ കൂടി കിടന്ന് ഒക്കെ മൊത്തം ഒരുപാട് ആൾക്കാർ തന്നെ മോർച്ചറിലേക്ക് മാറ്റി. പിന്നെ ബാക്കിയുള്ളവർ അവിടെ നിന്ന് തന്നെ ഷവലിൽ വെച്ച് കോരി നേരെ കൊണ്ടുപോയി മയ്യത്ത് മറയത്. പിന്നെ ഞാൻ അവിടെ ചെന്ന് ഈ മോർച്ചറിയിൽ നിന്ന് ഞാൻ എണീക്കണം 3 ദിവസം കഴിഞ്ഞു. ഈ മോർച്ചറിയിൽ നിന്ന് എങ്ങനെ നിങ്ങൾ കണ്ണുറന്ന് നോക്കുമ്പോ ഫുള്ള് മയ്യത്താണ്. അല്ല, ഈ കണ്ണ് തുറക്കാല്ലേ എണീച്ചിരിക്കാൻ എണീറ്റിരുന്നത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് എണീറ്റിരുന്നത്. ആദ്യം ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ അത് ഫുള്ള് മയ്യത്ത്. അതൊക്കെ ഞാൻ മീനയിൽ കിടക്കണ പോലെയാണ് നമുക്ക് തോന്നിയത്. മീനയിൽ ഇങ്ങനെ ഈ എല്ലാവരും രാപ്പാർക്കുന്നത് ഈ ടെന്റിൽ കിടക്കണ നമ്മള് അന്നത്തെ കാലത്ത് ടെന്റല്ല, റോട്ടിൽ തന്നെ ഈ പായ വിരിച്ച് കിടക്കണം. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോ നമ്മ മുകളിലേക്ക് നോക്കുമ്പോ മുകളിൽ ട്യൂബ് ലൈറ്റ് ഉണ്ട്. ഈ ട്യൂബ് ലൈറ്റ് മീനയിലില്ല, മുകളിൽ ആകാശം. അവിടുന്ന് ഞാൻ എണീറ്റ് നോക്കുമ്പോ ഫുള്ള് മയ്യത്താണ്. അപ്പൊ ഞാൻ ആദ്യം ഒരാളെ പുറത്ത് വലിച്ചു നോക്കി, അയാൾ എണീക്കുന്നില്ല. പിന്നെ ഞാൻ വേറെ ആളെ പുറത്ത് വലിച്ചു, അയാൾ എണീക്കുന്നില്ല. അപ്പൊ ഞാൻ തട്ടി വിളിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും മരിച്ചു കിടക്കുന്നു. അവിടുന്ന് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് എണീറ്റിരുന്ന് നോക്കുമ്പോ ഒരു തലശ്ശേരിയിലുള്ള സ്ത്രീയും ഒരു ഇറാനിയാണ് അവിടെ മരിക്കാണ്ടുള്ളത്. ഞങ്ങളെ ഞാൻ ഈ ആദ്യം ഞാൻ സ്ത്രീയെ കൈകൊണ്ടപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ ഇല്ല, ഞാൻ ഇങ്ങനെ പോയത്. എനിക്ക് അധികം നോക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ആ സ്ത്രീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ സ്ത്രീ മരണപ്പെട്ടു. നിങ്ങളുടെ കൺമുമ്പിൽ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇറാന്റെ അടുത്ത് എത്തുന്നത്. ഇറാനി എനിക്കൊരു വാച്ച് എന്നോട് ആദ്യം വെള്ളം ചോദിച്ചു. ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കാനോ വെള്ളമൊന്നും ഇല്ലത്തില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് വെള്ളം വേണമെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റണ്ടായപ്പോ അയാൾ എനിക്കൊരു വാച്ച് ഊരിട്ട് എന്റെ തന്നു. എന്താ പറഞ്ഞ ഒരു സൈക്കോപ്പൈന്റെ വാച്ച് ഊരിട്ട് എന്റെ തന്നിട്ട് പറയാം ഇന്ത കല്യാണം ഇന്ത ഫീഫ ഇതാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അതായത് ഇത് നീ വെച്ചോ, ഇത് ഉപകാരപ്പെടും. അപ്പൊ ഞാൻ അവനോട് വെച്ച് ആന ഐശ്വര്യ ഇതാ അങ്ങനെ മാറുക സാ എനിക്ക് വേണ്ട സാ ഇന്നത്തെ കല്യാണം തക്കുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, അപ്പൊ നീ തന്നെ വെച്ചോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇല്ല, നീ ഇത് എടുത്തോ, നിനക്ക് ഫൈദ ഉണ്ട്, എന്താ കല്യാണം തക്കുന്നുണ്ട് പിന്നെയും പറയണവേ. ആണ് ഞാനത് മേടിച്ച് അയാൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞപ്പെട്ടു. ഇവർ രണ്ടുപേരും മരിക്കണ നിങ്ങളുടെ കൺമുമ്പിലേക്ക് ഞാൻ കാണും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വാച്ച് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്. ഈ അതില് ഈ കോടതി കൂടെ ആൾ ഇങ്ങനെ നടന്നു പോകണം, നിങ്ങളിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ കാണണം. അപ്പൊ ഞാൻ ഗ്ലാസ്സിൽ ഇങ്ങനെ മുട്ടും ഈ വാച്ച് വെച്ചിട്ട് ഈ വാച്ച് വെച്ച് മുട്ടിയപ്പോൾ അയാൾ വന്ന് നമ്മളെ കാണണം. നമ്മളെ കാണാനല്ലേ, നമുക്ക് അയാളെ കാണാം, പക്ഷെ അയാൾക്ക് എന്നെ കണ്ടുകൂടാ. അയാൾ ചെവിട് വെച്ച് നോക്കണം മുട്ടണ അവിടെ നിന്ന് തുടങ്ങിയപ്പോ അയാള് പിന്നെ അത് ഈ ഷയറിനടിച്ച് പോലീസിനെ എടുത്തി. പോലീസ് വന്ന് നേരെ തന്നെ ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് എടുക്കുക. അപ്പൊ ആ ഒരു വാച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തി. ആ വാച്ചെന്നെ രക്ഷപ്പെടുത്തിയത്. ആ വാച്ചെന്റെ ഇത് പോയി. എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പിന്നെ ഇതില്ല, കൊട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് നിങ്ങൾക്ക് വാച്ച്. പിന്നെ നിങ്ങൾ അവിടുത്തെ പോലീസ് നേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്ന് ബ്ലഡുകൾ ഈ ബാക്ക് ഒക്കെ കട്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ രണ്ടാമത്. അപ്പൊ നിങ്ങൾ ഈ മരിച്ച വിവരം നാട്ടിലിറങ്ങി മരിച്ചപ്പോ തന്നെ നാട്ടിലിറങ്ങി. ഇവിടെ ഒരുവിധമായ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഒരുവിധം കഴിഞ്ഞ്. അല്ല, നിങ്ങൾ മരിച്ച വിവരം നാട്ടിലിറങ്ങി, നാട്ടില് മരണാനന്തര ചടങ്ങൊക്കെ നിങ്ങൾ കബറടക്കി എന്നുള്ളതാണ് എല്ലാം കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ അറിയണത് നാട്ടിലിങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്, നാട്ടിലറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ എത്ര വയസ്സാണ്? എനിക്ക് 28 വയസ്സ്.
28 വയസ്സ്. എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോ അവർക്ക് എന്നോട് ഒരു ഇതുണ്ടാവുമല്ലോ വെച്ചാല് വിശ്വാസക്കുറവുണ്ട് ആദ്യം വിളിക്കുമ്പോ. ഞാനും അടുത്തുള്ള വീട്ടിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ അതുപോലെ ഇങ്ങനെ ഉബു, എന്റെ പേര് സുബൈർ എന്നാണെങ്കിലും ഉബു എന്നാണ് വിളിക്കുക. ഉബു വിളിച്ചിട്ടുണ്ടായി, ഉബു മരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വർത്താനമില്ല. ആരും കളിപ്പിക്കുകയാണ് അത് മരിച്ചാണ്. മക്കയിൽ മരിച്ചല്ലേ, അതിന്റെ അകത്ത് മരണപ്പെട്ടു പോയതാണ് എന്നുള്ളതാണ് പിന്നത്തെ അത്. അപ്പൊ രണ്ട് ഒരു തമിഴ്നാട്ടിലുള്ള ഒരാളും എന്റെ പജിനുണ്ടായിരുന്നു. അയാളാണ് ഈ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുള്ളത്. അപ്പൊ പിന്നെ ഞാൻ വിളിക്കുന്നത് എന്റെ പടപ്പെങ്ങളുടെ മോനെയാണ്. അയാൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മരണപ്പെട്ടിട്ടില്ല, ഞാൻ ഹോസ്പിറ്റലുണ്ട്, വെറുതെ ഇത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നാട്ടിൽ എത്തും. അതുവരെ. എന്നിട്ട് അവിടെ എത്ര കാലം ട്രീറ്റ് ചെയ്തു? അവിടെ ഞാൻ എന്റെ ഒരു 3 മാസത്തോളം ട്രീറ്റ് ചെയ്തു. 28 വയസ്സിൽ മരിച്ചിട്ട് 56 വയസ്സിൽ 28 കൊല്ലം കഴിഞ്ഞു എന്നല്ല ഇപ്പോഴും ഇരിക്കുന്നു. അതിനുശേഷം അവിടുത്തെ ജോലി ഒഴിവാക്കില്ല. അവിടെ ഞാൻ 10 കൊല്ലം പിന്നെയും ജോലി ചെയ്തു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നാട്ടിലേക്ക് പിന്നെ വരുന്നത്? ഞാൻ 2006 വല്ലാത്തൊരു വരവന്നെ ഇരിക്കില്ല. അല്ല, ഞാൻ 98 പോയിട്ട് ഞാനൊരു 3-4 മാസം കഴിഞ്ഞപ്പോ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൂടെ അറിയാലോ നാട്ടില് മരിച്ച ഒരാള് ജീവിച്ചു കാണാൻ വേണ്ടി. പിന്നെ 2006 കംപ്ലീറ്റ് പരിപാടിയൊക്കെ ഞാൻ പോകുന്നു. നാട്ടിൽ ഇവിടെ ഉണ്ട്. നാട്ടില് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ദുബായിക്ക് പോയി. 10 കൊല്ലം ഞാൻ ദുബായിൽ വർക്ക് ചെയ്തു. ഒരു ബർഗർ കിങ്ങില് 3 കൊല്ലം വർക്ക് ചെയ്ത്, അൽബയാന്റെ വാട്ടറിൽ 3 കൊല്ലം വർക്ക് ചെയ്തു. പിന്നെ ഒരു ഈ ഇത്തരത്തിലെ ടവറിൽ ഡീസൽ അടിക്കുന്ന ഒരു പണി ഉണ്ടായി, അതിന്റെ അകത്ത് വർക്ക് ചെയ്തു. ഓക്കെ. പിന്നെ ഈ 28-ാം വയസ്സിൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു? ഇല്ല. അപ്പൊ മരിച്ച് ജീവിച്ചു വന്നിട്ടാ പിന്നെ കല്യാണം? പിന്നെ എനിക്ക് വന്ന കല്യാണമൊക്കെ മുടങ്ങണത് ഇങ്ങനെയാണ്. മരിച്ചുപോയ ആളാണ്, അയാളെ കല്യാണം കഴിക്കുമ്പോൾ കൂട്ടിക്കണം, അടുത്തത് പെട്ടെന്നാവും എന്നുള്ളത്. 28 കൊല്ലം ജീവിച്ചു. ആ പറഞ്ഞവരൊക്കെ മരിച്ചും പോയിട്ടുണ്ടാവും. കുറെ ആൾക്കാർ മരിച്ചും പോയിക്കണേ. അപ്പൊ എത്ര മക്കളാണ്? 3 ആള്. 3 പേര് മരിച്ച് ജീവിച്ച ശേഷം ഉണ്ടായ 3 മക്കൾ. 2 ആണും ഒരു പെണ്ണും. മൂത്തവനും ബാംഗ്ലൂര് ഐ ടി ജോലിക്ക് പോയി. രണ്ടാമത്തെ BBA കഴിഞ്ഞ് ഇവരൊരു ഈ ലോജിസ്റ്റിക് പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് പോയിട്ടുണ്ട്. മോള് മൈക്രോബയോളജിക്ക് പഠിക്കണം. ഉഷാറായിട്ട് നല്ല അടിപൊളി. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മരിച്ചുപോയ ആ ഒരു സംഭവം അത് എന്തെങ്കിലും വല്ല സ്വപ്നം കാണുക അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും മനസ്സിനടങ്ങേറ് വല്ലതും ഉണ്ടാവില്ല? ഈ മരിച്ച വീടുകളിൽ പോകുമ്പോൾ ആ സ്മെല്ല് നമുക്ക് പറ്റില്ല. നമ്മൾ അവിടുന്ന് പോരും. അതായത് എന്താണ് അന്നത്തെ ആ മോർച്ചറിയിലുള്ള ഒരു സൗണ്ട്, സ്മെല്ല്. അപ്പൊ അന്നത്തെ ആ മോർച്ചറിയിലുള്ള ആ ഒരു സ്മെല്ലുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് അത് പ്രശ്നമാണ്. മരിച്ചു വിട്ടു പോയാൽ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് പോയി ഞാൻ ആ ഒരു ഇത് വരും. ഓക്കെ. ശരിക്കും ആ 3500 പേരിൽ രണ്ടാമത് ജീവിച്ചു വന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. അതായത് ആയുസിന്റെ ബലം അല്ലേ, ആ ഒരു വാച്ച് കിട്ടല്. ചിലപ്പോ ആ വാച്ചോ കാര്യമോ തട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ കിടന്ന് വെള്ളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ വീണ്ടും പോയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അല്ല, എങ്ങനെ പറയാം, ഞാൻ ഇന്ന് എറണാകുളത്ത് നിന്ന് വരുമ്പോ കൊടുങ്ങല്ലൂർ വഴിയാണ് വന്നത്. ആ സമയത്ത് എന്തെന്നാലും കൊടുങ്ങല്ലൂർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോയിന്റ് ബ്ലാക്ക് ബഷീർ ഭായ് നമ്മുടെ സ്വന്തം ചങ്കാണ്. മൂപ്പരനെ ഒന്ന് കാണും, ഇങ്ങനെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പുഴയോരം തട്ടുകട എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കടയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സുബൈർ ഭായിനെ കണ്ടു. നാട്ടുകാരനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. മൂപ്പരും പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണലുണ്ട് ഇത്. അപ്പോഴാണ് നമ്മുടെ ബഷീർ ഭായ് പറയുന്നത് സുബൈർ ഭായ് എന്താ ഉബുക്കാന്റെ ഒരു അപാര സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഈ കഥയൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരക്കിട്ട് പോകാൻ നിന്നാണ് തരിച്ചിങ്ങനെ ഇരുന്നുപോയി. മരിച്ച് ജീവിച്ചു വരുന്ന ഒരാൾ ഭയങ്കര അത്ഭുതമല്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പരുടെ കഥയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കേട്ട് ഈ സംഭവം അറിഞ്ഞപ്പോ എന്തെന്നെ നിങ്ങളെയും കൂടി ഈ കഥ അറിയിക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ഒരു ഷൂട്ട് അടിച്ചതാണ്. ഈ കടന്റെ മുതലാളിയാണ്. പേരെന്താണ്? ഹബീബ് ഭായ്. നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഭക്ഷണം, നല്ല ആംബിയൻസ്, നല്ലത്. പക്ഷെ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ സ്റ്റാഫുമായിട്ടുള്ള മൂപ്പറിനെ പരിചയം ബന്ധുക്കളാണ് അല്ലേ? സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ